മഞ്ഞുകൊണ്ട് മൂടിയ വിശ്വാസങ്ങളും മിത്തുകളും നിഗൂഢതകളും നിറഞ്ഞ ഹിമാലയത്തിലെ രഹസ്യങ്ങളിൽ പലതും ഇന്നും നമുക്ക് മുന്നിൽ പൂർണ്ണമായോ അപൂർണമായോ മറഞ്ഞു തന്നെ നിൽക്കുന്നു. അങ്ങനെ മറഞ്ഞിരിക്കുന്ന ചിലതൊക്കെ നാടോടി കഥകളായും മിത്തുകളായും പുരാണങ്ങളുമായി ബന്ധപ്പെടുത്തിയും നമ്മുടെ ശ്രദ്ധയിലേക്ക് എത്താറുണ്ട്. അത്യപൂർവമായി മാത്രം കണ്ടു എന്ന് ചിലർ അവകാശപ്പെട്ടുകൊണ്ട് തെളിവുകൾ നിരത്തപ്പെട്ട ഒരു രൂപം, അതിന് മനുഷ്യനോട് സാദൃശ്യമുണ്ട് എന്ന് ചിലർ അവകാശപ്പെട്ടു. ചിലർ അതിനെ മനുഷ്യക്കുരങ്ങ്, ഹിമക്കരടി എന്നൊക്കെയാണ് വിളിച്ചത്. എന്നാൽ എല്ലാവരും പൊതുവായി അതിനെ വിളിച്ച ഒരു പേരുണ്ട്, യതി. ആരാണ് യതി? പുരാണങ്ങളും യതിയുമായുള്ള ബന്ധം എന്ത്? യതി സത്യമോ മിഥ്യയോ? യതിയെക്കുറിച്ചുള്ള കഥകൾക്ക് ഏതാണ്ട് 1000 വർഷത്തോളം പഴക്കമുണ്ട്. എന്നാൽ സാമാന്യ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ ലഭ്യമായി തുടങ്ങിയത് പര്യവേക്ഷകർ ഹിമാലയത്തെക്കുറിച്ച് ഗവേഷണങ്ങളും പഠനങ്ങളും നടത്താൻ തുടങ്ങിയതോടുകൂടിയാണ്. പാശ്ചാത്യ ജനകീയ സംസ്കാരത്തിൽ ഈ ജീവിയെ അബോമിനബിൾ സ്നോമാൻ അഥവാ മ്ലേച്ഛമായ മഞ്ഞു മനുഷ്യൻ എന്നാണ് വിളിക്കുന്നത്. ഹിമാലയൻ മേഖലയിൽ തണുത്ത മഞ്ഞിനുള്ളിൽ അജ്ഞാതമായി ജീവിക്കുന്ന ഒരു ജീവിയാണ് യതി എന്നാണ് വിശ്വാസം. കുരങ്ങൻ്റെ രൂപവും രോമാവൃതമായ ശരീരവും ഭീമാകാരമായ രൂപവുമാണ് യതിക്കുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ടിബറ്റൻ ബുദ്ധമത മിത്തുകളിലും പുരാണങ്ങളിലും നാടോടി കഥകളിലുമാണ് യതിയെക്കുറിച്ച് കൂടുതലായി പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ പര്യവേക്ഷകരായ കുറച്ചു പേർ ഹിമാലയത്തിലേക്ക് പുറപ്പെടുകയും പോകും വഴി ഹിമാലയത്തിലെ ഒരു ഗ്രാമത്തിലെത്തുകയും ചെയ്തു. വളരെ വിചിത്രമായ ഒന്ന് കണ്ടു. വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു തലയോട്ടി, അസാമാന്യ വലിപ്പവും വ്യത്യസ്തമായ ഘടനയുമായിരുന്നു അതിന്. അതേക്കുറിച്ച് സന്യാസിമാരോട് കൂടുതൽ വിശദമായി അന്വേഷിച്ചപ്പോൾ ഇത് യതിയുടെ ശരീരാവശിഷ്ടമാണെന്നാണ് അവർ മറുപടി നൽകിയത്. എന്നു മാത്രവുമല്ല, ടിബറ്റൻ ബുദ്ധമത വിശ്വാസപ്രകാരം ഹിമാലയത്തിനുള്ളിലെ ശംഭാല എന്ന അത്ഭുത നഗരത്തിൻ്റെ കാവൽക്കാരൻ കൂടിയാണ് യതി എന്നവർ കൂട്ടിച്ചേർത്തു. ശംഭാലയെക്കുറിച്ച് മുൻ എപ്പിസോഡിൽ വളരെ വിശദമായി പറഞ്ഞിരുന്നു. കേൾക്കാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകുന്നതായിരിക്കും. ഇപ്രകാരം ശംഭാല പുരാണത്തെയും യതിയെയും തമ്മിൽ ബന്ധപ്പെടുത്തിയിരിക്കുന്നു. യതി യാഥാർത്ഥ്യമോ മിഥ്യയോ? നമുക്ക് ചില തെളിവുകളും രേഖകളും നോക്കാം. 19-ാം നൂറ്റാണ്ടിൽ യതിയെക്കുറിച്ച് കാര്യമായ കണ്ടെത്തലുകളോ വേണ്ട രേഖകളോ കണ്ടെടുക്കാനായിട്ടില്ല. അഥവാ കണ്ടെത്തിയാൽ തന്നെ അത് യതി തന്നെയാണെന്ന് ഉറപ്പിക്കാൻ സാധിച്ചിട്ടുമില്ല. 1832 ജസിംസ് പ്രിൻസെപ്പിൻ്റെ ജേർണൽ ഓഫ് ദി ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ട്രിക്കർ, BH ഹോട്ട്സന്റെ വടക്കൻ നേപ്പാളിലെ അനുഭവങ്ങളുടെ വിവരണം തുടങ്ങിയ യാത്രാരേഖകളിൽ അവർ യതിയെന്ന് സംശയിക്കുന്ന ഒരു ജീവിയെ കണ്ടതായി വിവരിക്കുന്നുണ്ട്. 1899 ലോറൻസ് വാഡലിൻ്റെ എമോങ് ദി ഹിമാലയാസിൽ യതിയുടെ കാൽപ്പാടുകളുടെ ആദ്യ റെക്കോർഡ് പ്രത്യക്ഷപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പാശ്ചാത്യർ ഹിമാലയത്തെയും ചുറ്റുമുള്ള പ്രദേശങ്ങളെയും പഠിക്കുവാനും പര്യവേക്ഷണം നടത്തുവാനും തുടങ്ങിയപ്പോൾ യതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളുടെ എണ്ണവും വർദ്ധിച്ചു. 1925 ഫോട്ടോഗ്രാഫറും റോയൽ ജിയോഗ്രാഫിക്കൽ സൊസൈറ്റി അംഗവുമായ NA തോംബാസി സെമു ഗ്ലേസിയറിനടുത്ത് ഏകദേശം 15,000 അടി ഉയരത്തിൽ ഒരു ജീവിയെ കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 200 മുതൽ 300 മീറ്റർ വരെ 1 മിനിറ്റോളം താൻ ഈ ജീവിയെ നിരീക്ഷിച്ചതായി തോംബസി പിന്നീട് എഴുതി. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ്. മനുഷ്യൻ്റേതിന് സമാനമായ ആകൃതിയാണ്, എന്നാൽ 6 മുതൽ 7 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയുമുള്ള കാൽപ്പാടുകൾ 2 കാലുള്ള ജീവിയുടേതുമായി ഏറെ സാമ്യമുണ്ട്. 1944 ജൂണിൽ CR കുക്കും ഭാര്യ മാർഗരറ്റും ഒരു കൂട്ടം ചുമട്ട് തൊഴിലാളികളുമായി സിംഗാലില പർവ്വതത്തിന് തൊട്ടു താഴെയായി ഏകദേശം 14,000 അടി ഉയരത്തിൽ ചെളിയിൽ പതിഞ്ഞ വളരെ വലിയ ഇരുകാലുകളുമുള്ള ഒരു ജീവിയുടെ കാൽപ്പാടുകൾ കാണാനിടയായി. അത് കാട്ടുമനുഷ്യനാണെന്ന് ചുമട്ട് തൊഴിലാളികൾ അവരോട് പറഞ്ഞു. നേപ്പാളിൽ നിന്ന് കുത്തനെയുള്ള മലഞ്ചെരുവിലെ കുറ്റിക്കാടുകൾക്കിടയിലൂടെ കയറി വന്ന ഈ ജീവി നടപ്പാത മുറിച്ചു കടന്ന് മലമുകളിലേക്ക് പോകുന്നതാണ് അദ്ദേഹം കണ്ടത്. ആ രൂപത്തെക്കുറിച്ച് കുക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഓരോ കാലടയാളങ്ങളുടെ അരികിലും അതിൻ്റെ വലിപ്പം സൂചിപ്പിക്കാൻ മാർഗരറ്റിൻ്റെ കയ്യിലുള്ള സൺഗ്ലാസുകൾ വയ്ക്കുകയും ഫോട്ടോഗ്രാഫുകൾ എടുക്കുകയും ചെയ്തു എന്നാണ്. ഈ കാലടയാളങ്ങൾ മറ്റേതൊരു സാധാരണ മനുഷ്യൻ്റെ പാദത്തെക്കാളും വിചിത്രവും വലുതുമായിരുന്നു.
കുതികാൽ മുതൽ കാൽ വരെ 14 ഇഞ്ച്. പെരുവിരൽ ഒരു വശത്തേക്ക് തിരിച്ച് ആദ്യത്തെ ഒരു കാൽ വിരൽ വലുതും 3 ചെറുവിരലുകൾ പരസ്പരം അടുത്ത് ഒട്ടിയിരിക്കുന്നു എന്നാണ് മറ്റൊരനുഭവം. 1950കളിൽ എവറസ്റ്റ് കീഴടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എറിക് ഷിപ്റ്റൺ എന്നയാൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 60,000 മീറ്റർ ഉയരത്തിൽ മഞ്ഞുപാളികളിൽ വലിയ കാൽപ്പാടുകൾ കാണുകയും അവയുടെ ഫോട്ടോഗ്രാഫുകൾ എടുക്കുകയും ചെയ്തു. ആ കാൽപ്പാടുകളെപ്പറ്റി അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെ: കാൽപ്പാടുകൾക്ക് 2 വലിയ കാൽവിരലുകളും 3 ചെറിയ വിരലുകളും ഉണ്ടായിരുന്നു. ചെറിയ 3 വിരലുകൾ പരസ്പരം ചേർന്നിരിക്കുന്നു എന്നാണ്. എറിക് ഷിപ്റ്റൺ കണ്ടെത്തിയ ഈ തെളിവാണ് യതിയെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികതയുള്ള കണ്ടെത്തൽ എന്ന് ചിലർ വാദിക്കുന്നു. എന്നാൽ യതി എന്ന ഈ ജീവിയെ കണ്ടു എന്ന് വിശദീകരിക്കുന്ന തെളിവുകളും വിശദീകരണങ്ങളുമെല്ലാം വ്യാജ പ്രചരണങ്ങളോ കെട്ടുകഥകളോ ആണെന്ന് ചിലർ പറയുന്നു. 1954 മാർച്ച് 19 ഡെയിലി മെയിലിൽ ഒരു ലേഖനം അച്ചടിച്ചു വന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഹിമാലയത്തിലുള്ള ട്രെക്കിങ്ങിനിടയിൽ പാങ്ബോച്ചെ ആശ്രമത്തിൽ നിന്ന് യതിയുടെ തലയോട്ടി കണ്ടെത്തിയെന്നും തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഗവേഷകർക്ക് യതിയുടെ മുടിയുടെ മാതൃകകൾ കിട്ടി. അതിപ്രകാരമാണ്: മങ്ങിയ വെളിച്ചത്തിൽ രോമങ്ങൾ കറുപ്പ് മുതൽ കടും തവിട്ട് വരെ നിറവും സൂര്യപ്രകാശത്തിൽ ഫോക്സ് റെഡ് നിറവുമായിരുന്നു. ഇനി 21ാം നൂറ്റാണ്ടിലെ ഒരു അനുഭവം. 2007 ഡിസംബറിൻ്റെ തുടക്കത്തിൽ അമേരിക്കൻ ടെലിവിഷൻ അവതാരകനായ ജോഷുവ ഗേറ്റ്സും അദ്ദേഹത്തിൻ്റെ സംഘവും നേപ്പാളിലെ എവറസ്റ്റ് മേഖലയിൽ യതിയെക്കുറിച്ച് മുൻകാലങ്ങളിൽ ലഭിച്ച വിവരങ്ങൾക്ക് സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്തു. തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെ യതി ഒരു കെട്ടുകഥയല്ല എന്ന നിഗമനത്തിലേക്ക് വിരൽ ചൂണ്ടാം. യതി എന്ന വിഷയത്തെ പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയാത്തത് മേൽപ്പറഞ്ഞ തെളിവുകൾ കാരണമാണ്. യതി എന്നത് ഹിമാലയത്തിലെ ദൈവങ്ങളുടെ കാവൽക്കാരായി മനുഷ്യന്റെ കണ്ണുകൾക്ക് ഇടം കൊടുക്കാതെ എവിടെയോ മറഞ്ഞിരിക്കുന്നു. അടുത്ത കാലത്തായി ആത്മീയതയുടെ തലങ്ങളിലേക്ക് ആളുകളെ നയിക്കുന്ന നിരവധി ആത്മീയ യാത്രകളും പുസ്തകങ്ങളും എഴുതിയ ഇന്ത്യക്കകത്തും പുറത്തും പ്രവർത്തിക്കുന്ന ഒരാളാണ് MK രാമചന്ദ്രൻ. ആധുനിക കാലത്ത് പലരും ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിലൊന്നാണ് ശ്രീ M എന്ന് വിളിക്കുന്ന MK രാമചന്ദ്രൻ. 5 ഹിമാലയ യാത്രകൾ, ആദി കൈലാസ യാത്ര, ദേവഭൂമിയിലൂടെ, ഹിമാലയ സമതലങ്ങളിലൂടെ തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങളാണ്. അദ്ദേഹം ഹിമാലയ പുസ്തകത്തിൽ യതിയെ കണ്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ അനുഭവം ഇങ്ങനെയാണ്: ഒരിക്കൽ അദ്ദേഹം തൻ്റെ ഗുരുവിനും ശിഷ്യന്മാർക്കും മറ്റു സന്യാസിമാർക്കൊപ്പവും കൈലാസത്തിലേക്ക് ഒരു യാത്ര ആരംഭിച്ചു. ദുർഘടമായ യാത്രയായിരുന്നു അത്. അതിനിടയിൽ അവരൊരു മൊണാസ്ട്രിയിൽ എത്തുകയും അവിടെ വെച്ച് അദ്ദേഹത്തിന് ജ്വരം പിടിപ്പെടുകയും തുടർന്ന് വളരെ അവശനാവുകയും ചെയ്തു. അവിടുത്തെ ലാമസന്യാസിമാർ അദ്ദേഹത്തിന് ചില പച്ചില മരുന്നുകൾ നൽകിയെങ്കിലും അവശത വർദ്ധിച്ചു വന്നു. അന്ന് രാത്രി അദ്ദേഹം ഉറങ്ങുന്ന നേരത്ത് പുറത്ത് വല്ലാത്ത ബഹളവും വിചിത്രമായ ശബ്ദങ്ങളും കേട്ടു. പെട്ടെന്നൊരു വിചിത്രവും ഭീമാകാരവുമായ രൂപം അദ്ദേഹത്തിനടുത്തേക്ക് വരികയും എന്തോ വിശേഷപ്പെട്ട ഒരു കൂട്ട് അദ്ദേഹത്തിൻ്റെ വായ തുറന്ന് വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. ഭയം കൊണ്ട് സ്തംഭിച്ചു പോയ അദ്ദേഹം കിടന്നുകൊണ്ട് തന്നെ താൻ പോലും അറിയാതെ ആ മരുന്ന് കഴിക്കുകയായിരുന്നു. ആ മരുന്നിന് മധുരരസമായിരുന്നു എന്ന് ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഈ മരുന്ന് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ആ രൂപം അവിടെ നിന്ന് പോവുകയും ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അല്പസമയത്തിനകം ഒരാൾ കിതച്ചുകൊണ്ട് അദ്ദേഹത്തിനരികിലേക്ക് വന്ന് പുറത്തേക്ക് പോകരുത്, ഹിമമനുഷ്യൻ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതോടൊപ്പം അത് നിങ്ങളുടെ അടുത്തേക്കൊന്നും വന്നില്ലല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ M പറയുന്നു, ഹിമമനുഷ്യൻ നൽകിയ മരുന്ന് കഴിച്ചതിന് ശേഷം വല്ലാത്ത ആശ്വാസവും പിന്നീട് പെട്ടെന്ന് തന്നെ തൻ്റെ ജ്വരം മാറുകയും ചെയ്തു എന്ന് തൻ്റെ ലേഖനത്തിൽ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ടിബറ്റൻ വിശ്വാസപ്രകാരം യതി ചിലപ്പോൾ സഹായകരമായ കാര്യങ്ങളും മറ്റു ചിലപ്പോൾ തിന്മയും ചെയ്തേക്കാം എന്നും പറയപ്പെടുന്നു. നാടോടി കഥകളിലൂടെ മാത്രം പരിചയമുള്ള യതിയുടെ കാൽപ്പാടുകൾ 2019 നേപ്പാൾ അതിർത്തിയിൽ മാക്കാലു ബേസ് ക്യാമ്പിന് സമീപമാണ് ഇന്ത്യൻ ആർമിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അന്ന് യതിയുടെ കാൽപ്പാടുകളുടെ ചിത്രം സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇന്ത്യൻ ആർമി പുറത്തുവിടുകയുണ്ടായി. 32 ഇഞ്ച് വീതിയും 15 ഇഞ്ച് നീളവുമാണ് ചിത്രത്തിൽ യതിയുടെ കാൽപ്പാടിന്. സമാനമായി മക്കാലുബാറും ദേശീയ ഉദ്യാനത്തിലും യതിയെ മുൻപ് കണ്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയേറെ തെളിവുകളും സാക്ഷ്യപ്പെടുത്തലുകളും ലോകത്തിനു മുന്നിൽ സമർപ്പിക്കപ്പെട്ടിട്ടും യതി എന്ന നമ്മുടെ കൗതുകത്തെ എന്നും ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടോടി കഥകളിലെ ഈ മഞ്ഞു മനുഷ്യന്റെ സാന്നിധ്യം ശാസ്ത്രീയമായി ഇന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല.
മനുഷ്യ ചരിത്രത്തിൽ എന്നും കഥകൾക്കും ഊഹാപോഹങ്ങൾക്കും ഒരിക്കലും അവസാനമില്ല. തൻ്റെ ഭാവനയെ ഉണർത്തുന്ന യതി എന്ന ഭീമാകാരനായ ഈ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യമൃഗം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കൺമുന്നിലെത്തിയേക്കാം. അതുമല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കഥകളിലൂടെയും സമർപ്പിക്കപ്പെട്ട തെളിവുകളിലൂടെയും നമ്മുടെ ഭാവനയ്ക്ക് വ്യത്യസ്തമായ നിറങ്ങൾ നൽകിക്കൊണ്ട് ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി യതി അവശേഷിക്കും.